ഹലോ അസ്സലാമു അലൈക്കും ഓൾ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എംബ്രോയ്ഡറി ക്ലാസ് ആയിട്ടാണ്. ഫ്രീ ഫാഷൻ ഡിസൈൻ കോഴ്സിലെ 30ാമത്തെ ക്ലാസ് ആട്ടോ ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. എംബ്രോയ്ഡറി സ്റ്റിച്ചാണ് നമ്മൾ ആദ്യം പഠിപ്പിക്കുന്നത്. അതിൽ 30ാമത്തെ സ്റ്റിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇന്നത്തെ സ്റ്റിച്ചിൻ്റെ നെയിം വന്നിട്ട് പെക്കിനി സ്റ്റിച്ച് എന്നാണ് കേട്ടോ. ഇത് 2 കളർ ത്രെഡ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ സ്റ്റിച്ച് ബോർഡ് എടുത്തിട്ടുണ്ട്. അതിൽ സ്റ്റിച്ചിൻ്റെ നെയിമൊക്കെ എഴുതി അടിയിലൊരു താഴെയായിട്ടൊരു ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിൽ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആ ലൈനിലായിട്ട് നമ്മൾ ബാക്ക് സ്റ്റിച്ചാണ് കേട്ടോ. ഫുള്ളായിട്ട് നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ അതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊക്കെ പോയിട്ട് കാണുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാലാണ് ഞാൻ ഇടുന്ന വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങളെ ഫോണിലേക്ക് എത്തുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ലൈക്കും കൂടെ ചെയ്ത് വെക്കാം കേട്ടോ. ഇനി നമുക്കിത് ബാക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാക്ക് സ്റ്റിച്ച് ഒരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ് കേട്ടോ. നമ്മളെ ഈ മിഷൻ സ്റ്റിച്ച് ഉണ്ടല്ലോ, അതൊക്കെ ബാക്ക് സ്റ്റിച്ചായിട്ടാണ് വരിക. അപ്പോൾ ബാക്ക് സ്റ്റിച്ച് നമ്മൾ ചെയ്തെടുത്തിട്ട് ചെറിയ ബാക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കേട്ടോ ഇതിന് നല്ല ഭംഗി ഉണ്ടാവുക ഈ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ബാക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് എന്ന് നോക്കാം. ഈ ബാക്ക് സ്റ്റിച്ച് എന്നുള്ളത് ഒരു ഔട്ട്ലൈൻ സ്റ്റിച്ചാണ് കേട്ടോ. നമുക്കതുപോലെ ഫില്ലിങ് സ്റ്റിച്ച് ആക്കിയിട്ടും യൂസ് ചെയ്യാം കേട്ടോ. അതുപോലെ ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന സ്റ്റിച്ചും ഒരു ഔട്ട്ലൈൻ സ്റ്റിച്ചാണ്. അത് ഫില്ലിങ് സ്റ്റിച്ച് ആക്കിയിട്ടും യൂസ് ചെയ്യാം. കാരണം നമ്മൾ ഫ്ലവേഴ്സൊക്കെ ചെയ്യുമ്പോൾ അതിങ്ങനെ ഫില്ലായിട്ട് തന്നെയാണ് കേട്ടോ വരിക. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ സ്റ്റിച്ച് ബോർഡിലാണ് കാണിക്കുന്നത്. അതിനുശേഷം നമ്മൾ മോട്ടിഫിൽ എങ്ങനെയാണ് ഒരു പിക്ചറിൽ ഈ സ്റ്റിച്ച് ചെയ്യാമെന്നും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ലാഗ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ കുറേ ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളെ ബാക്ക് സ്റ്റിച്ച് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ തന്നെ സൂചി മുകളിലേക്ക് കുത്തിയെടുക്കാം കേട്ടോ. കോൺട്രാസ്റ്റ് കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത് ത്രെഡ്. അതിനുശേഷം ഓരോ സ്റ്റിച്ചാണല്ലോ ബാക്ക് സ്റ്റിച്ച് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ രണ്ടാമത്തെ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ നമ്മൾ സൂചി മുകളിലേക്ക് കുത്തിയെടുക്കുക. എന്നിട്ട് നല്ലോണം വലിച്ചെടുക്കാതെ ഒന്നാമത്തെ സ്റ്റിച്ച് ഉണ്ടല്ലോ അതിലൂടെ നമ്മൾ നീഡിൽ ഇറക്കുക കേട്ടോ ചെയ്യുന്നത്. ആ നീഡിൽ ഇറക്കുമ്പോൾ ആദ്യം സ്റ്റിച്ച് ചെയ്തതിൻ്റെ മുകൾ ഭാഗത്തൂടെ നമ്മൾ കൊണ്ടുവരണം കേട്ടോ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. എന്നിട്ട് നമ്മളിത് കുറച്ച് വലിച്ചെടുക്കുക കേട്ടോ. അടിയത്തെ ഭാഗം നമ്മൾ അങ്ങനെ ടൈറ്റ് ആക്കണ്ട. ഇനി മൂന്നാമത്തെ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ നമ്മൾ നീഡിൽ വലിച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം രണ്ടാമത്തെ സ്റ്റിച്ചിലൂടെ താഴ്ത്തുകയാണ് വേണ്ടത്. അത് താഴ്ത്തുമ്പോഴാണ് നമ്മൾ അടിയിലുള്ള ആ ത്രെഡൊന്നിങ്ങനെ കൈകൊണ്ട് പിടിച്ചാൽ നമുക്ക് മേലെ കൂടെ ഇങ്ങനെ നീഡിലെടുക്കാൻ വേണ്ടി കഴിയും കേട്ടോ. പിന്നെ നമ്മൾ ഈ ത്രെഡ് വലിച്ചെടുക്കുമ്പോൾ ക്ലോത്തിൻ്റെയും സ്റ്റിച്ചിൻ്റെയും ഇടയിലൂടെ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളിങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. പക്ഷെ നമ്മളിങ്ങനെ പറയുമ്പോൾ എത്രത്തോളം മനസ്സിലായിരിക്കണം എന്നില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും വർക്കൊക്കെ ചെയ്യാം കേട്ടോ. നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഫ്രീ ഫാഷൻ ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലൊരുപാട് മെമ്പേഴ്സ് ഉണ്ട്. അവരൊക്കെ അവരുടെ വർക്കൊക്കെ ചെയ്തിട്ട് ഫോട്ടോസൊക്കെ സെൻഡ് ചെയ്ത് തരും, ഡൗട്ട്സുകളൊക്കെ ക്ലിയർ ചെയ്യും. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ നമ്പർ പിൻ ചെയ്തിട്ടിടാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് അതിൽ ജോയിൻ ആവുക, വർക്കൊക്കെ ചെയ്ത് കാണിക്കുക. ആരും പെൻഡിങ്ങിലാക്കരുത് കേട്ടോ. കാരണം എല്ലാവരും ഒപ്പം തന്നെ വർക്ക് ചെയ്ത് പോയാലാണ് പെൻഡിങ് ഇല്ലാതെ എല്ലാവർക്കും വർക്കുകൾ പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഞാൻ 2 ദിവസം കൂടുമ്പോഴാണ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാറ്. ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ തുടങ്ങിയൊരു ചാനലായിരുന്നു. അപ്പോൾ അതിൽ എംബ്രോയ്ഡറി ക്ലാസ്സാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇൻഷാ അല്ലാ ആര്യ വർക്കും ബീഡ്സ് വർക്കും സ്റ്റിച്ചിങ്ങും അങ്ങനത്തെയൊക്കെ നമുക്ക് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കൂടി ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതാ ഇത് ഫുള്ളായിട്ട് ഇതിൽ ചെയ്തെടുക്കാം. ഇതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് ഒരു മോട്ടിഫിൽ ഈ സ്റ്റിച്ച് കൊണ്ടൊരു പിക്ചറിൽ ചെയ്യണതെന്നും കാണിച്ചു തരുന്നുണ്ട്.
സ്റ്റിച്ച് ബോർഡിൽ ചെയ്തത് ഇതാ ഇവിടെ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എങ്ങനെയാണ് ഒരു മോട്ടീഫിൽ നമ്മൾ ചെയ്തെടുക്കാൻ നോക്കാം. ഞാനൊരു ക്ലോത്തിൽ ഫ്രെയിമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലൊരു റൗണ്ടാണ് വരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ നമുക്ക് ആദ്യം ബാക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ആ റൗണ്ടിൽ ഇങ്ങനെ ചെറിയ ചെറിയ ബാക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താലാണ് കൂടുതൽ ഭംഗി ഉണ്ടാവുക. അങ്ങനെ ചെറിയ ചെറിയ ബാക്ക് സ്റ്റിച്ച് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 6 ത്രെഡിലും പിന്നെ അതുപോലെ ഇനി പീക്ക് നെസ്റ്റ് ചെയ്യുന്നത് 3 ത്രെഡിൽ ചെയ്താലും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. നമ്മൾ 6 ത്രെഡ് എടുത്തിട്ട് യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ ചില സ്റ്റിച്ചുകളൊക്കെ 3 ത്രെഡിൽ തന്നെയാണ് ചെയ്യുക, ചില സ്റ്റിച്ചുകൾ 6 ത്രെഡിലും ചെയ്യും. പക്ഷെ നമ്മളെല്ലാതും 6 ത്രെഡിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു വോളിയം കാണിക്കും കേട്ടോ. കുറച്ചും കൂടെ ഒരു വലുപ്പം നമുക്ക് സ്റ്റിച്ചും നല്ല ഭംഗിയിൽ കാണിക്കും. 6 നൂലെടുത്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ. അപ്പോൾ എല്ലാവരും എങ്ങനെയാണോ കഴിയുന്നത് അതുപോലെ ചെയ്യാം. ഇതാ നമ്മളെ ബാക്ക് സ്റ്റിച്ച് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പീക്കിന് സ്റ്റിച്ച് എങ്ങനെ തുടങ്ങാൻ നോക്കാം കേട്ടോ. എന്നാൽ ഒരു പോയിന്റിൽ നിന്ന് ഞാൻ സൂചി മുകളിലേക്ക് കുത്തിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം രണ്ടാമത്തെ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ഇറക്കാണ് കേട്ടോ സൂചി. എന്നിട്ട് ഒന്നാമത്തെ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ നമ്മൾ പുറത്തേക്ക് വലിച്ചെടുക്കുകയാണ് ചെയ്യണത്. അങ്ങനെയാണ് നമ്മൾ ഓരോ സ്റ്റിച്ചും ചെയ്തെടുക്കുന്നത് കേട്ടോ. നമ്മൾ സ്റ്റിച്ച് ബോർഡിൽ ചെയ്ത പോലെ തന്നെയാണ് സ്റ്റിച്ച് അവിടെ ചെയ്തെടുക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇനി മൂന്നാമത്തെ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെയാണ് ഇപ്പോൾ പുറത്തേക്ക് ഇറക്കിയിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ മുകളിലേക്ക് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആ മുകളിലേക്ക് വലിച്ചെടുക്കുമ്പോൾ ആദ്യത്തെ സ്റ്റിച്ചിൻ്റെ മുകൾ ഭാഗത്ത് കൂടെ തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുക. എല്ലാവരും ഈ വർക്കൊക്കെ ചെയ്യുമല്ലോ. എംബ്രോയ്ഡറി ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾ ഈ എംബ്രോയ്ഡറി വർക്ക് ചെയ്യുമല്ലോ. ആ സമയത്ത് നിങ്ങൾ ഓരോ സ്റ്റിച്ചും എങ്ങനെയാണ് ചെയ്തത്, സ്റ്റിച്ച് ബോർഡിൽ നിങ്ങൾ എങ്ങനെയാണ് ചെയ്തത്, അതുപോലെ മോട്ടിഫിൽ നിങ്ങൾ പിക്ചറിൽ എങ്ങനെയാണ് ചെയ്തത്, എന്തൊക്കെ വ്യത്യാസമുള്ളത് എന്നൊക്കെ നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ ഒരു നോട്ട്സ് എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമായിരിക്കും കേട്ടോ. കാരണം ആ സ്റ്റിച്ച് ചെയ്യാനും പിന്നെ നമ്മൾ സ്റ്റിച്ച് ബോർഡിൽ ചെയ്തെടുക്കുന്നത് തന്നെ പിന്നീട് നമുക്ക് ഓരോ സ്റ്റിച്ചും ഇങ്ങനെ മോട്ടിഫിൽ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. കാരണം ആ സ്റ്റിച്ച് ബോർഡ് അങ്ങോട്ട് എടുത്താൽ അതിൻ്റെ നെയിമും ഓരോ സ്റ്റിച്ചും ഏതാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്തതെന്ന് ഒരു ഐഡിയയും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ചില സ്റ്റിച്ചുകൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും നമുക്കിത് എങ്ങനെയാണ് ചെയ്തിരിക്കണമെന്ന് ഒരു ഐഡിയ കിട്ടില്ല. കാരണം ആ സ്റ്റിച്ച് ബോർഡിൽ കണ്ടാലും നമുക്കിത് എങ്ങനെ കറന്ന് ഐഡിയ കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു നോട്ട്സും കൂടെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റിച്ച് നമുക്ക് എപ്പോഴെങ്കിലും ആവശ്യം വരുന്ന ടൈമിൽ ഈ സ്റ്റിച്ച് ബോർഡ് നോക്കുക, നെയിം നോക്കിയിട്ട് ആ സ്റ്റിച്ച് ഏതാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഈ നോട്ട്സും കൂടെ വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇനി നിങ്ങൾക്ക് എംബ്രോയ്ഡറി നോട്ട്സ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ നോട്ട്സ് അയച്ചു തരുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെയാണോ കഴിയുന്നത് അതുപോലെ നിങ്ങളൊരു നോട്ട്സ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും.
ഈ പീക്കിന് സ്റ്റിച്ച് നമ്മൾ ചെയ്തെടുക്കുന്നത് 2 ലെയറായിട്ടാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അത് ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ആദ്യം ഒന്ന് നമ്മൾ സാധാ ആദ്യം ചെയ്തല്ലോ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി ഉണ്ടല്ലോ ഈ പീക്കിന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ അത് നമ്മളൊരു ബാക്ക് സ്റ്റിച്ചാണെന്ന് കരുതുക. അതിനുശേഷം ഇങ്ങനെ ഓരോ സ്റ്റിച്ച് പോലെ തന്നെയാണല്ലോ കിടക്കുന്നത്. അതിനുശേഷം അതിൻ്റെ ഓരോന്നിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് ആദ്യം രണ്ടാമത്തെ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ ഇടുക, അങ്ങോട്ട് ഒന്നാമത്തെ സ്റ്റിച്ചിൻ്റെ അടിയിലൂടെ ഇറക്കുക, അങ്ങനെ മൂന്നാമത്തെ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ മുകളിലേക്ക് കയറ്റിയിട്ട് നമ്മൾ എങ്ങനെയാണോ സ്റ്റിച്ച് ബോർഡിലും അതുപോലെ മോട്ടിഫിൽ കഴിഞ്ഞ ഫ്ലവർ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ നമ്മൾ ചെയ്തെടുക്കുക കേട്ടോ. നമുക്ക് കാണുമ്പോൾ കുറച്ച് ടഫായിട്ട് തോന്നും, പക്ഷേ ഭയങ്കര ഈസിയാണ്. ആ ഇതൾ പോലെയുള്ള ആ ഭാഗം ഒരു ബാക്ക് സ്റ്റിച്ചാണ് നിങ്ങൾ കരുതിയാൽ മതി. അതിനുശേഷം ബാക്ക് സ്റ്റിച്ചിൽ എങ്ങനെയാണോ ചെയ്തത് അതുപോലെയാണ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് വരും. ഇനി ഇത് ഫുള്ളായിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇതാ നമ്മൾ 2 ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതും കൂടെ കംപ്ലീറ്റ് ആയ നമ്മുടെ ഡിസൈൻ ഏകദേശം ആയിട്ടോ. ഇനി നമുക്കിതിൽ ബാക്ക് സ്റ്റിച്ച് കൊണ്ടാണ് നമ്മളിതിൻ്റെ ലീഫ് തണ്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ ലീഫ് നമ്മൾ ചെയ്തെടുത്തിട്ടില്ല. ലീഫിന് പകരം നമ്മൾ ലേസി ഡേസി സ്റ്റിച്ച് വെച്ചിട്ട് ചെയ്തെടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. എല്ലാവരും വർക്കൊക്കെ ചെയ്യുക, കമൻറ്റ് അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യണം കേട്ടോ.
ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിലൊക്കെ നമ്മൾ ഫ്രഞ്ച് നോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ പിക്ചർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസങ്ങളിലായിട്ട് വരാം കേട്ടോ.